ട്രെയിനിൻ്റെ വേഗത്തിൽ ഓടുന്ന ഒരു KSRTC ബസ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? പക്ഷെ അങ്ങനെ ഒരു സമയക്രമീകരണം, ഏതാണ്ട് അങ്ങനെ ഒരു സമയക്രമീകരണത്തിൽ ഓടുന്ന ഒരു ബസ്സുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വടകരയിലേക്കും തിരിച്ചും ഓടുന്ന ഒരു KSRTC ബസ്. KSRTCയിലെ അതിബുദ്ധിമാന്മാരായ ചില ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക സമയക്രമീകരണത്തിന് പിന്നിൽ. ആ അതിബുദ്ധിയെക്കുറിച്ചും തൊഴിൽ ചൂഷണത്തെക്കുറിച്ചും പറയാം. കൃത്യം 8:15 തന്നെ വാഹനം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 8:24. ഈ കാണുന്ന നിയമസഭയാണ്. തിരുവനന്തപുരം നഗരം ഗതാഗതക്കുരുക്കിൽ മുറുകുന്ന സമയം രാവിലെ 8 മുതൽ 10:30 വരെ. പോരാത്തതിന് നേരിയ മഴയും. രാത്രി 1:30 വരെ വാഹനം ഓടിച്ചതിൻ്റെ ക്ഷീണം മാറ്റിവെച്ച് അതിജാഗ്രതയിലാണ് ഡ്രൈവർ ജയൻ വളയം തിരിക്കുന്നത്. കാരണം ശാരീരിക പ്രയാസങ്ങളെക്കാൾ യാത്രക്കാരുടെ ജീവനാണ് വലുതെന്ന് ബോധ്യമുണ്ട്. കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഗതാഗതക്കുരുക്കിനെ വകഞ്ഞുമാറ്റി വാഹനം മെല്ലെ മെല്ലെ നീങ്ങി. ലക്ഷ്യങ്ങളിലേക്ക് ഓടുന്നവർക്ക് മുന്നിൽ വാതിൽ തുറന്ന് കരുതലായി മുന്നോട്ട്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വെഞ്ഞാറമൂട്ടിലെത്തി. മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ ചുറ്റിക്കറങ്ങണം. ഇത് KSRTCയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാത്തതല്ല. എന്നാൽ ഈ അവസ്ഥ കാണാതെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ KSRTC മാനേജ്മെന്റിന്റെ അതിബുദ്ധി ഇനി കാണിച്ചു തരാം. ഈ ബസ് വെഞ്ഞാറമൂട് ഡിപ്പോയിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നത് 9 മണിക്കാണ്. അതായത് KSRTCയുടെ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റിലെ സമയം 9 മണി. പക്ഷേ ഇപ്പോൾ സമയം 9:44. 3/4 മണിക്കൂർ വൈകി. ഇനി ഈ ഉത്തരവ് കാണുക. തിരുവനന്തപുരം മുതൽ വടകര വരെ ഓടുന്ന KSRTC ബസ് 12 മണിക്കൂർ കൊണ്ടെത്തുമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് തിരുവനന്തപുരം വടകര ഓടുന്ന പരശുറാം എക്സ്പ്രസിൻ്റേത് പോലെയെന്ന്. വടകര തിരുവനന്തപുരം സർവീസിന് 4 ഡ്യൂട്ടി എന്നതായിരുന്നു മുൻപ് കണക്ക്. ഇപ്പോൾ 3 ആണ്. ഇന്നലെ ഞങ്ങൾ അവിടുന്ന് 10:15 എടുത്തിട്ട് ഇന്നലെ രാത്രി 1:15 ഇവിടെ എത്തിയത്. 2 മണിക്ക് ആവും ഉറങ്ങാൻ തന്നെ. പിന്നെ ഉറക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കിട്ടും. പിന്നെ രാവിലെ ആദ്യം അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും തമ്പാനൂരേക്ക് വരണം. വീണ്ടും ഇവിടെ എത്തുക, ചിലപ്പം വടകര എത്തുക രാത്രി 12-12:30 കഴിയും. ഉത്തരവ് പ്രകാരം ബസ് കൊട്ടാരക്കരയിൽ എത്തേണ്ടത് 9:55-നാണ്. എത്തിയത് സമയം എത്രയായി? ഇപ്പം 11 മണിയാവുന്നു. സമയം എത്രയായി? 11 മണി. സീറ്റ് റിസർവ് ചെയ്ത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഈ യാത്രക്കാരനെത്തി 1.5 മണിക്കൂർ കഴിഞ്ഞു ബസ് വന്നപ്പോൾ. തൊഴിലാളികളെ മാത്രമല്ല യാത്രക്കാരെയും ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് വ്യക്തം. 9:45 ബുദ്ധിമുട്ടായി, മഴയൊക്കെ അല്ലേ, അവിടെ എത്ര കാത്തു നിന്ന്. തൽക്കാലം ഏതായാലും കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. പക്ഷെ മാതൃഭൂമി ന്യൂസ് സംഘം ഈ ബസ്സിന് പിന്നാലെ തന്നെ ഉണ്ടാകും. കോട്ടയത്ത് എത്തേണ്ടത് 11:45. എത്തിയത് 1:30. വടകരയിൽ എത്തേണ്ടത് രാത്രി 7:50. എത്തിയത് പാതിരാത്രി 12 മണിക്ക്. ഗതാഗതക്കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും കാരണം വണ്ടി പേപ്പറിൽ എഴുതി വെച്ചതുപോലെ നീങ്ങില്ല. 32 മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ഓടുന്ന ജീവനക്കാർക്ക് 3 ഡ്യൂട്ടി നൽകിയാൽ പോരാ. കാരണം യാത്രക്കാരുടെ ജീവന്റെ കരുതൽ കരങ്ങൾക്കും ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം. ലാഭമുണ്ടാക്കാൻ മറ്റു വഴികളാണ് തേടേണ്ടത്. ഇത് ഈ ഒരു സർവീസിലെ മാത്രം അവസ്ഥയാണ് എന്ന് കരുതേണ്ട. ദീർഘദൂര ബസ്സുകളിൽ തൊഴിലെടുക്കുന്ന മിക്ക ജീവനക്കാരും ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ സമയത്തിലെ മാറ്റം അനിവാര്യമാണ്. തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇത്തരം തൊഴിൽ ചൂഷണങ്ങൾ നടക്കാൻ പാടില്ലാത്തതുമാണ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.